എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പെയ്ഡ് വെർഷൻ പലവരും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, ക്രാക്കഡ് വെർഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാനിന്ന് ഒറിജിനൽ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ പേര് ഡാവിഞ്ചി റിസോൾവ് 16 എന്നുള്ളതാണ്. ഫിലിം എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഫ്രീ വെർഷനാണ് നമ്മളിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് PC-യിൽ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനലിൽ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ളതുമാണ് വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്നിനെ വിളിക്കുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. blackmagicdesign.com എന്നതാണ് വെബ്സൈറ്റിൻ്റെ പേര്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നിന്നും ഡൗൺലോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഡാവിഞ്ചി റിസോൾവ് 16 എന്നും ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ 16 എന്നും. സ്റ്റുഡിയോ 16 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതിന് നമുക്ക് സ്പെസിഫിക്കേഷൻസ് വളരെ അധികമായിട്ട് വേണ്ടി വരും കമ്പ്യൂട്ടറിൽ. അപ്പോൾ അങ്ങനെ ഒരു റിസോൾവ് 16 സ്റ്റുഡിയോ എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഡാവിഞ്ചി റിസോൾവ് 16 എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ വിഷ്വൽ എഫക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ പ്രീമിയർ പ്രോയിൽ ചെയ്യുന്നതും ആഫ്റ്റർ എഫക്ട്സ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. അതിന് പുറമേയായിട്ട് കളർ ഗ്രേഡിങ് നമുക്ക് ഏറ്റവും പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബ്ലാക്ക്മാജിക്കിൻ്റെ ഡാവിഞ്ചി റിസോൾവ് 16 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കി നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഡാവിഞ്ചി റിസോൾവ് 16 എന്നുള്ളതിൻ്റെ താഴെയായിട്ട് കാണുന്ന വിൻഡോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ വരിക. അതിൽ നിങ്ങളുടെ പേര്, കമ്പനിക്ക് പേരുണ്ടെങ്കിൽ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, കൺട്രി സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ജില്ല സെലക്ട് ചെയ്യുക. ഇത്രയും കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് രജിസ്റ്റർ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുന്ന സമയത്ത് ഒരു സിപ്പ് ഫയൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവും. ഇത് ഡൗൺലോഡ് ആവുന്ന സിപ്പ് ഫയലിൽ റിസോൾവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ 16.2.6 എന്നുള്ള വെർഷനാണ്. ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണിത്. ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ഫയൽ കൊടുക്കാം. വിൻഡർ പോലുള്ള സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രാക്ട് ഫയൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ടാവും. ഓപ്പൺ ചെയ്യുക. അതിൽ ഡാവിഞ്ചി റിസോൾവ് 16 2.6 വിൻഡോസ് എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് സാധാരണ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം അതേ കണക്കിന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ചോദിക്കുന്ന പെർമിഷൻ ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കോളം മാത്രമേ ബാക്കി അഡീഷണൽ ആയിട്ട് വരണുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് ടൈം എടുത്ത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. കുറച്ച് സമയം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അതിനുശേഷം ലോഡായി വരുന്ന സമയത്ത് ന്യൂ പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോജക്റ്റ് നെയിം കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആയി വരിക. ഇതാണ് ഡാവിഞ്ചി റിസോൾവിൻ്റെ ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ്. ഇതിന് താഴെ തന്നെ ഒരുപാട് ലെയറുകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ആ ലെയറുകൾ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാം. എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതെന്ന് എഴുതിയിട്ട് നമുക്ക് സ്പെസിഫിക്കേഷൻസ് കുറഞ്ഞ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നോർമലായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അല്ല ഇത്. പ്രീമിയർ പ്രോയും ആഫ്റ്റർ എഫക്ട്സും നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് സോഫ്റ്റ്വെയറും എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക, ആ ഒരു സ്പെസിഫിക്കേഷൻസ് വേണം. ഏറ്റവും കുറഞ്ഞത് 6th ജനറേഷൻ ഒരു പ്രൊസസ്സർ എങ്കിലും ഇതിന് വേണം. അതിന് 8 GB റാം ഉണ്ടാവണം, നല്ലൊരു GPU സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു 3 ഉണ്ടെങ്കിൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ. ഇത് 3 ഉള്ള സിസ്റ്റത്തിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അല്ലെങ്കിൽ വളരെയധികം ലാഗായിട്ടായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.